ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ ചാക്കിലൊക്കെ നട്ട മഞ്ഞളിൻ്റെ ഒരു വിളവെടുപ്പ് വീഡിയോയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് മഞ്ഞൾ ഉണക്കുന്നത്, പുഴുങ്ങിയിട്ടാണോ അതോ പച്ചയ്ക്കാണോ ഉണക്കുന്നത്? ഞാനിതുപോലെ കുറച്ച് മഞ്ഞൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കും പൊടിച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഇടാവോ, പുഴുങ്ങിയിട്ടാണ് ഉണക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നൊരു വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ വെച്ചെന്നാൽ അതൊരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചാക്കിലെ മഞ്ഞളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ഇതിന് തടാന്ന് പറയാം കേട്ടോ. ഈ ഒരു തട ഞങ്ങൾ നടാനെടുത്ത് മാറ്റി വെക്കുവേ. അപ്പം മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാനും എടുക്കാം. ഈ ഒരു തട നട്ടാലും നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇനി നടുവേ ഒന്ന് കീറിയിട്ടാണെങ്കിലും അങ്ങനെ നട്ടു കൊടുക്കാം. ഇത് അല്ലാതെ ഇത് മുഴുവനോടെ ആണെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾ ഇതുപോലെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 3 പ്രാവശ്യം കഴുകിയതാണ്. ഒന്നും കൂടെ കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയെടുത്തപ്പോൾ മണ്ണൊക്കെ എന്തായാലും എത്ര കഴിയാലും മണ്ണ് കാണും. അപ്പോൾ അങ്ങനെ 4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പഴയ അലുമിനിയത്തിൻ്റെ കലവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരത്തെ മഞ്ഞളൊക്കെ ഇങ്ങനെ പുഴുങ്ങുന്ന ഒരു കലവാണ്. അപ്പം നല്ല പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞളുടെ കറ വിറ്റിയാൽ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനൊരു പഴയ കല എടുത്തത്. എന്നിട്ട് നമ്മുടെ മഞ്ഞൾ കഴുകിയതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒറ്റ ട്രിപ്പിൽ എനിക്ക് പുഴുങ്ങാൻ പറ്റിയല്ല, കാരണം ഇത്രയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നികക്ക വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു മഞ്ഞൾ മൂടിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് മഞ്ഞൾ പുഴുങ്ങി പൊടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ മുറ്റത്ത് ഇതുപോലെ ഒരു അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ തുടങ്ങിയ തയ്യാറെടുപ്പാണ്, പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്തിരി വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീയൊക്കെ കത്തിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ചും കൂടെ വെക്കാം കേട്ടോ. ഏകദേശം 1 മണിക്കൂറിനടുത്ത് വേണം കേട്ടോ ഇതൊന്ന് എന്താ പറയുക പാകമായിട്ട് വരാനേ. കാരണം ഇതിൻ്റെ നമ്മൾ മറ്റുള്ളതുപോലെയല്ല, ഇത് ഇത്തിരി താമസമാണ് നമുക്ക് വെന്ത് കിട്ടാനൊക്കെ. അപ്പം നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാവേ. ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താ പറയണ്ടേ, പ്രായമായവർക്കൊക്കെ അറിയാം ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നത്, അതിൻ്റെ പാവം എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ ഉള്ള ആൾക്കാർക്കാണ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ അറിയാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ ഒരു നൂല് വലിയുന്നത് പോലെ കാണുന്നില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇതുപോലെ നൂല് വലിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം ശരിയായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതാ പറഞ്ഞത്, ചിലവർ ഇതുപോലെ ചെയ്യും, ചിലവരാണെങ്കിൽ പച്ചക്കിട്ട് ഉണക്കി പൊടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ പച്ചയ്ക്ക് ഉണക്കി എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ പണ്ട് മുതലേ എന്താ പറയണ്ടേ, അമ്മയാണേലും അമ്മയുടെ അമ്മയും അങ്ങനെ പ്രായമായവരൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. പുഴുങ്ങി ഉണക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പായ, ഇപ്പോൾ കാറ്റൊക്കെ ആയതുകൊണ്ടല്ലോ പൊടിയൊക്കെ ആവുക, കാരണം ഞാൻ അടിഭാഗത്ത് നല്ലൊരു പായ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തുണിയും വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഞാനൊന്ന് വെയിലത്ത് ഉണക്കാനിടുന്നത്. നല്ല വെയിലായി, എന്താ പറയണ്ടേ, അടുപ്പിലെ ചൂടും മുറ്റത്തെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ എന്താ പറയുക, ഇതൊന്ന് ചിക്കി കൊടുക്കാൻ പോലും പറ്റാത്ത വെയിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ടു. ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ഞാൻ പുഴുങ്ങി കേട്ടോ. അത് വീഡിയോ എടുത്തില്ല എന്നുകൊണ്ട് പുഴുങ്ങിയത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇത്തിരി ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ വലിയ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നെടുകയെ ഒന്ന് കീറി കൊടുക്കും കേട്ടോ. ഒന്ന് കീറിയിട്ട് ഒന്നും കൂടെ നെടുകയെ മുറിച്ച് കൊടുക്കും. പീസാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ചിലവരിത് കീറിയിട്ട് പുഴുങ്ങും, പക്ഷേ ഞാൻ കീറിയിട്ടല്ല പുഴുങ്ങുന്നത്. ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരുപാട് വലുതൊക്കെ, കുഞ്ഞിതൊന്നും കീറിയല്ല കേട്ടോ, വലുതെല്ലാം ഇതുപോലെ കീറി ഒന്നും കൂടെ പീസാക്കി ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരാഴ്ച കൊണ്ട് ഉണക്കിയെടുക്കാവേ.